അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനായി നല്ലൊരു മുട്ട വെച്ചിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ കുറച്ച് പൊടി കുഴച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ അയമോദകമാണ്. ഈ അയമോദകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും 1 സ്പൂൺ നെയ്യും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അയമോദകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഈ മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 സബോള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണപ്പലഹാരം വേണ്ടാന്ന് കരുതിയാലും കുട്ടികൾക്ക് നോമ്പാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഫസ്റ്റിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക്. ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി ഗ്രീൻ പീസ് വേവിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോണ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 5 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂൺ നിറയെ നെയ്യും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് ഓരോ ചപ്പാത്തി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാവ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഒന്നും കൂടെ കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം 5 or 6 ഉരുളകളാക്കി മുറിച്ചെടുക്കാം. ഞാൻ 5 ഉരുള ആയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളയെടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു ഉരുളെടുത്ത് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ നെയ്യ് ഒന്ന് നല്ലതുപോലെ തൂക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ 5 ഉരുളകളും പരത്തി നെയ്യ് പുരട്ടി മുകളിലായി ഓരോന്നും വെച്ച് കൊടുക്കാം. എന്താണ് നിങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തും അതേപോലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാറ്? പത്തിരി തന്നെയാണോ? ഇവിടെ എല്ലാവർക്കും പത്തിരി മടുത്തിട്ടാണ്. ഇപ്പം ഇന്നലെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത്, ഇനി പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ 5ഉം പരത്തി അട്ടിയായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ റോള് ചെയ്തെടുക്കുമ്പോൾ നല്ല തടിയായിരിക്കും കേട്ടോ. അത് കാരണം നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് നീട്ടി ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഞാനൊരു പലകമ്മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പീസായി എടുക്കുമ്പോൾ നമ്മുടെ ഷീറ്റ് നാശമാവും കേട്ടോ. ഇതിൻ്റെ മുമ്പുള്ള ഷീറ്റ് എനിക്ക് അങ്ങനെയാണ് കീറിപ്പോയത്. കാരണം നമ്മൾ കത്തി വെച്ച് മുറിക്കുമ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ തട്ടുമല്ലോ. ഇനി നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് കിട്ടുന്നത് കണ്ട. ഇനി ഇത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൽ ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരത്തിയതിൽ ഫില്ലിങ്ങും മുട്ട ഓരോ പീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്ത് 2 സൈഡും ഫോർക്ക് വെച്ചൊന്ന് ഡിസൈൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓരോ മാവും ഉരുട്ടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്താൽ ഇനി ഇതാ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടായി അതിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു പപ്സിൻ്റെ പോലെ തന്നെ ലെയറോട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം മുട്ട മാത്രം മതിയല്ലോ, ചിക്കനൊന്നും വേണ്ടല്ലോ. ഉണ്ടാക്കാനും നല്ല എളുപ്പം തന്നെയാണ്.
ഇപ്പോൾ എല്ലതും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇന്ന് നോമ്പ് തുറക്കാൻ ഫസ്റ്റിൽ കഴിക്കാനുള്ളത് ഇതാണ് കേട്ടോ. ഇതും ഫ്രൂട്ട്സും പിന്നെ തരിക്കഞ്ഞിയും പിന്നെ ജ്യൂസും. പിന്നെ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പപ്സ്, മുട്ട പപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിച്ചു തരാം. നല്ല ലെയറോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാൻ. നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പെയാണ് ഞാൻ അത് ഫ്രൈ ചെയ്തത്. എന്നാലും നോമ്പ് തുറക്കുമ്പോഴും നല്ലൊരു ക്രിസ്പിയോട് കൂടി തന്നെ കഴിക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.